ഹലോ, വെൽക്കം ടു ചിത്ത വീട്ടിലായസ്. നമുക്കൊരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ ഒരു നല്ല മീൻകറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഹാഫ് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകരുത്, നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇവിടെ ഇപ്പോൾ ഒരു ഹാഫ് തക്കാളി, ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം, പിന്നെ അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മീൻകറിയിലേക്ക് ആവശ്യമായതാണ്. അത് മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അധികം എണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഹെൽത്തിനെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മീൻകറിയാണിത്. അതായത് ഒരു തുള്ളി പോലും ഇതിന് എണ്ണ വേണ്ട. എന്നാൽ നമുക്കതിന് ടേസ്റ്റിന് എന്തെങ്കിലും കുറവോ അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ലതാണ്. അവർക്ക് ഭയങ്കര ഡെലീഷ്യസ് ആയിട്ട് കഴിക്കാനും പറ്റും. എന്നാൽ അത് വളരെ ഹെൽത്തിയാണ് താനും. അത് നന്നായിട്ടൊന്ന് ഇളക്കി അല്പം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന 3-4 കീറുപുളി അതുകൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്നും നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതിനുശേഷം ചൂടാക്കി പച്ചമണമൊക്കെ മാറിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ അതിലേക്ക് തട്ടുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇളക്കി ആ ചട്ടി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കത്തിക്കാവുന്നതാണ്. നമ്മുടെ സാധാരണ മീൻകറി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഡെലീഷ്യസ് ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ഓയിലൊന്നും ഇല്ലെങ്കിലും വായിക്ക് രുചിയായി കഴിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ. അങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. മീൻ ചട്ടിയിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-12 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ കറിയുടെ ഒരവസ്ഥ. ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട, തുറന്ന് വെച്ചൊരു 10 മിനിറ്റ് കൂടി ചെറിയ തീയിൽ ഒന്ന് ആക്കിയെടുക്കാം. നോക്കിയേ, എണ്ണ ഒട്ടും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയൊരു കറിയാണെന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ നമ്മുടെ ഹെൽത്തി മീൻകറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.